ഇസ്രായേൽ ആക്രമണം തുടരുന്ന ഗസയിലേക്ക് കൂടുതൽ സഹായവുമായി ഖത്തർ. അവശ്യവസ്തുക്കൾ അടങ്ങിയ 49 ട്രക്കുകളാണ് ഗസയിലെത്തുന്നത്. 1 ലക്ഷത്തിലേറെ പേർക്ക് സഹായത്തിന്റെ ഗുണഫലം ലഭിക്കും. 30,000-ഓളം പേർക്ക് പ്രയോജനം ലഭിക്കുന്ന 4,704 ഫുഡ് പാർസലുകൾ, 50,000 പേർക്കുള്ള ഭക്ഷണ കൂടകൾ, 43,000 ആളുകൾക്ക് ഗുണഫലം ലഭിക്കുന്ന 174 ടൺ ധാന്യപ്പൊടികൾ, 5,000 യൂണിറ്റ് ബേബി ഫുഡ് എന്നിവയാണ് ഖത്തറിന്റെ സഹായം. ഈജിപ്തിലും ജോർദാനിലുമാണ് അവശ്യ വസ്തുക്കൾ വഹിച്ചുള്ള ട്രക്കുകൾ ഇപ്പോഴുള്ളത്. കെറം ഷാലോം റഫ അതിർത്തി വഴി ഇവ വൈകാതെ ഗസയിൽ പ്രവേശിക്കും. മാസങ്ങൾ നീണ്ട ഉപരോധത്തിന് ശേഷം ഗസയിലേക്ക് സഹായമെത്തിക്കുന്നതിനായി മാനുഷിക ഇടനാഴി തുറക്കാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സമ്മതിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ദുരിതബാധിതർക്കുള്ള സഹായമെത്തുന്നത്. ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റ്, ഖത്തർ ചാരിറ്റി, ഖത്തർ റെഡ് ക്രസന്റ് എന്നീ സംഘടനകളുമായി ചേർന്നാണ് സഹായ വിതരണം. ഗസ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം UN രക്ഷാസമിതിയിൽ ഇസ്രായേൽ നിലപാടിനെ ഖത്തർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഫലസ്തീനികൾക്കെതിരെ ഭക്ഷണവും പട്ടിണിയും ജൂതരാഷ്ട്രം യുദ്ധായുധമായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു ഖത്തറിന്റെ വിമർശനം. വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്നും ഖത്തർ സ്ഥിരം പ്രതിനിധി ചൂണ്ടിക്കാട്ടിയിരുന്നു. മീഡിയ 1, ദോഹ.